എന്താടി? അയ്യോ അയ്യോ, എന്റെ അമ്മ. അല്ല, ഇതെപ്പോ എത്തി? ഭയങ്കര സർപ്രൈസ് ആയല്ലോ. നീ എന്ത് കരുതി അമ്മ തിരക്കി പിടിച്ച് വരില്ലെന്നോ? അല്ല, എന്നാലും ഭയങ്കര സർപ്രൈസ് ആയിപ്പോയല്ലോ. ദാ ചായ കുടിക്ക്. അല്ല, വെറുതെ അമ്മ വരില്ലല്ലോ. അതെ, ഇന്നത്തെ പ്രത്യേകത എന്താന്നറിയോ? ഇന്ന് നിന്റെ പിറന്നാളാടാ. നിന്റെ പിറന്നാളല്ലേ, പിന്നെ അമ്മയ്ക്ക് അവിടെ ഇരുന്നാ ഇരിക്കപ്പുറത്ത് കിട്ടുമോ? എത്ര പറഞ്ഞാലും അമ്പലത്തിൽ പോവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവന് വലിയ മടിയാ. ആരെങ്കിലും ഉന്തിത്തള്ളി വിട്ടാ പോവും. ഇവിടെ പിന്നെ ആര് വിടാനാ? ദേ, ഞാൻ പറയുമ്പോഴാ ഇവള് പോലും അറിയുന്നത് ഇന്ന ഇവന്റെ പിറന്നാളെന്ന്. അത് പിന്നെ അതൊന്നും നോക്കാനോ ചിന്തിക്കാനോ പറ്റിയ സന്ദർഭങ്ങളല്ലായിരുന്നു അമ്മ ഇവിടെ. ഞാനെല്ലാം അറിഞ്ഞു. എന്നാലും നീ ഇങ്ങനെ കേസും കൂട്ടമായി നടന്നാ ഇവളിവിടെ ഒറ്റപ്പെട്ടു പോകില്ലേ മോനെ? അതെല്ലാം ആ ഡെയ്സി ഉണ്ടാക്കിയ പ്രശ്നങ്ങളാ അമ്മേ. എനിക്കറിയാം എന്റെ മോൻ ഒരു തെറ്റും ചെയ്യില്ലെന്ന്. ദേ, പിന്നെ ആ പെണ്ണിനെ നീ സൂക്ഷിക്കണം. അവളുടെ ഉള്ളിൽ ചതിയും വഞ്ചനയുണ്ട്. അതെല്ലാം അറിഞ്ഞു തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നത്. അല്ല, അമ്മ ഉടനെ പോവോ? ഇന്ന് പിറന്നാൾ സദ്യയൊക്കെ ഒരുക്കി നമ്മളെല്ലാരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ടേ ഞാൻ പോകുന്നുള്ളൂ. ദേ, അതുകൊണ്ട് ഇന്ന് എവിടെ പോയാലും ശരി, ഉച്ചയ്ക്ക് ഇവിടെ വന്ന് നമ്മൾ എല്ലാരും കൂടി ഇരുന്ന് സദ്യ കഴിക്കും. പോരെ? അത് മതി. കാണുന്നില്ലല്ലോടാ. വണ്ടി വിട്ടിട്ടുണ്ടപ്പാ, ഇപ്പൊ വരും. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാരും വന്നിട്ടുണ്ടോ? അതൊക്കെ ഇനിയുള്ള ചടങ്ങുകൾക്ക് വിളിക്കാമല്ലോ. ഇപ്പോ അച്ഛൻ കുട്ടിയുടെ മനസ്സൊന്നറിയണം. നടക്കാൻ പോകുന്ന കാര്യത്തിന് വേണ്ടി മനസ്സറിഞ്ഞൊന്ന് പ്രാർത്ഥിക്കണം. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടങ്ങ് നടത്താലോ. പയ്യൻ നമ്മുടെ സ്വന്തം തന്നെ അല്ലേ? പിന്നല്ലാതെ. ദേ നിൽക്കുന്നു ഡേവിസ്, എന്റെ പെങ്ങളുടെ മകനാ. ഞാനും എന്റെ പെങ്ങളും കൂടി വളരെ ചെറുപ്പത്തിൽ കളിച്ചു നടക്കുന്ന പ്രായത്തിൽ ഉറപ്പിച്ച ബന്ധമായിരുന്നല്ലോ ഇത്. അച്ഛൻ വരൂ, നമുക്ക് അകത്തേക്ക് ഇരിക്കാം. ശരി പാവനെ. വരൂ. എടി എൽസമ്മോ, ദാ അച്ഛൻ വന്നു. കുടിക്കാൻ എന്തെങ്കിലും എടുത്തോ? ദാ വന്നു കഴിഞ്ഞു. ഇതിലൊരു ജ്യൂസ് എടുത്ത് അച്ഛൻ കൊടുക്കുമോളെ. മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ. ഡെയ്സി ഇപ്പോഴും പഠിക്കുന്നുണ്ടോ? ഇല്ല. ഇനിയിപ്പൊ പഠിത്തമൊക്കെ കല്യാണം കഴിഞ്ഞ് സമയം ഉണ്ടെങ്കിൽ മതി അച്ഛാ.